നമസ്കാരം. മാസ്റ്റേഴ്സ് ഓൺലൈൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസ്റ്റേഴ്സ് ഓൺലൈൻ ഇപ്പോൾ നിങ്ങൾക്കായി എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ചില ലെക്ചർ സീരീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ യൂട്യൂബിൽ മാത്രമല്ല, ഞങ്ങൾ വീഡിയോസ് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബ് വഴിയല്ല, പക്ഷേ നമ്മുടെ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോം വഴിയാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. വി ആർ പ്രൊവൈഡിങ് ഓൺലൈൻ ലൈവ് ക്ലാസ്സസ്. ഓക്കെ, പക്ഷെ അതിനൊരു സർട്ടൺ പേയ്മെന്റ് കാണും. അവിടെ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷനൊക്കെ കാണും. ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആണ്. അപ്പം അവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നമ്മുടെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുന്ന ഡൗട്ട്സ് ആയിരിക്കും നമ്മൾ ടൈം കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ മെയിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടുന്ന വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ കിടക്കുന്ന മെയിൽ ID യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നതുമാണ്. ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ ഇമെയിൽ IDയിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടോപ്പിക്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ തരുന്നതുമാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ അടുത്ത ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ ഇന്നൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം: a uniform wheel of 60 cm diameter and it is weighing 1000 Newton rests against a rectangular obstacle which is 15 cm high as shown in figure. ഇതാണ് figure. Find the least force required which when acting through the center of the wheel over the corner A of block. Also find the reaction of the block. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ആ പടം ഒന്ന് പഠിക്കാം. നോക്കൂ, ഇവിടെ ഒരു വീലാണ് അല്ലെ, സിലിണ്ടർ അല്ല, വീലാണ്. ഓക്കെ, ആ വീലിന്റെ സെന്റർ കാണിച്ചിട്ടുണ്ട്. എത്രയാണ്? C എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലെ, C എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാണ് സെന്റർ. അതുപോലെ തന്നെ അത് ഒരു ബ്ലോക്ക് 15 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബ്ലോക്കിലോട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെ കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, 30 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വീലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് P ആണ് ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സച്ച് ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു A, അത് ഈ വീൽ എന്ന് പറഞ്ഞാല് നമ്മുടെ തറയിൽ തട്ടി നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ P എമൗണ്ട് ഓഫ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ തറയിൽ നിന്ന് ഇത് വിട്ട് ഈ ബ്ലോക്കിന്റെ മുകളിലോട്ട് കയറണം. ഓക്കെ, ഈ ബ്ലോക്കുമായിട്ടുള്ള കോണ്ടാക്ട് അവിടെ തന്നെ നിൽക്കും. എന്നാൽ ഈ തറയിൽ നിന്ന്, അതായത് ഇത് തറയാണ്, ഓക്കെ, ഇറ്റ് ഈസ് ഗ്രൗണ്ട്. അപ്പൊ ഈ തറയിൽ നിന്ന് വീല് ഉരുണ്ട് ഈ ബ്ലോക്കിന്റെ മുകളിലേക്ക് കയറണം. ഓക്കെ, വാട്ട് ഇസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് റിക്വയർഡ് എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ റിയാക്ഷൻ. ഇത് ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് റിയാക്ഷൻ ദാറ്റ് ഇസ് ആക്ടിങ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഒരു ബോഡി ഒരു സർഫസിലേക്ക് തട്ടി നിൽക്കുവാണെങ്കിൽ ആ സർഫസിൽ നിന്ന് ആ ബോഡിയിലേക്ക് ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ, ഇവിടെയും അതുപോലെ എയിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. എന്നാൽ ഈ ഒരു സർഫസിൽ റിയാക്ഷൻ ഉണ്ടാവത്തില്ല.
എന്തുകൊണ്ടാ? നമ്മൾ ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള കോണ്ടാക്ട് ഇത് വിട്ടു തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, വി നീഡ് ടു ഫൈൻഡ് ദ ലീസ്റ്റ് ഫോഴ്സ് അല്ലെ. ഈ ലീസ്റ്റ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വീല് ഈ എനെ തൊട്ടുകൊണ്ട് എന്ത് ചെയ്യും, ഇത് ഇതിന്റെ മുകളിലോട്ട് കയറും. മനസ്സിലായില്ലേ? ഇത് ഇവിടെ വിട്ടു തുടങ്ങും. ഇവിടെ വിട്ടു തുടങ്ങും എന്ന് സംഭവിക്കും, ഈ വീലും സർഫസുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പൊ ഈ റിയാക്ഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, നമുക്ക് ഈ റിയാക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട റിയാക്ഷൻ ഏതാ? ഇവിടെ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് ആർ എ. ഞാൻ അതിനെ ആർ എ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഈ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം, ഈ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം, അതുപോലെ ഈ പിയും കണ്ടുപിടിക്കണം. ഇതിന് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് ഗേറ്റ് ലെവലിലൊക്കെ ചോദിച്ചു വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പറ്റും, പക്ഷെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിന്റെ പ്രോബ്ലം നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് നോക്കാം ഓക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. സോ നോക്കൂ, ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരയ്ക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ ഈ ഫിഗർ ഇവിടെ ഒന്നും കൂടെ മാറ്റി ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സർഫസ്. സർഫസിന്റെ ഏറ്റത്തായിട്ടൊരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ആയിട്ട് നമ്മുടെ വീലുണ്ട്. വീലിൽ നിന്ന് നമ്മുടെ ഫോഴ്സ് പി ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന്റെ സെൻട്രൽ ലൈനും വെർട്ടിക്കൽ ലൈനും ഞാൻ വരയ്ക്കണം ജസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? റിയാക്ഷൻ വിൽ ബി പാസിംഗ് ത്രൂ ദ സെന്റർ. റിയാക്ഷൻ എപ്പോഴും എല്ലാ ഫോഴ്സ് മെമ്പേഴ്സും അതിന്റെ സെന്ററിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആർ എ എന്ന് വിളിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരു ഫോഴ്സ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് ആണ്. വിച്ച് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. തന്നിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് നോക്കിക്കേ, ഇതാണ് വെയിറ്റ്, 1000 ന്യൂട്ടൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഇനി ഫ്രീ ബോഡി ഡയഗ്രാമിലേക്ക് മാറ്റണം. ഫ്രീ ബോഡി ഡയഗ്രാമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാമിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഞാൻ ആ ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും അതുപോലെ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ആൽഫ പി, സോറി ആൽഫ അല്ല പി. ഓക്കെ, ആൻഡ് നമ്മുടെ റിയാക്ഷൻ എങ്ങനെ, നമ്മുടെ റിയാക്ഷൻ അറ്റ് ദ ബ്ലോക്ക് ഞാൻ ഇങ്ങനെ ജസ്റ്റ് കളിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അവരെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ നമ്മുടെ പിക്ക് ഒരു ആംഗിൾ വേണമല്ലോ. ആ ആംഗിളിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ആ റിയാക്ഷനിൽ നിന്ന് വിത്ത് റെസ്പെക്ട് ടു എടുക്കുകയാണ് ആൽഫ. ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ഐ എം ടേക്കിംഗ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ആക്സിസ് ആൻഡ് ദി റിയാക്ഷൻ ആസ് തീറ്റ. കണ്ടുപിടിക്കാൻ പറ്റും, തീറ്റയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വലിയ പാടെന്നുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്തായാലും തീറ്റയായി മാറും. ഓക്കെ, ഇത് നമ്മുടെ ആർ എ ആണ്. താഴോട്ട് നമ്മുടെ വെയിറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി ഇതിന്റെ ആംഗിൾസ്, അൺനോൺ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം ആണ് ഇപ്പോൾ ചെയ്തത്. അൺനോൺ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കൂ, ആ സർക്കിൾ ഒന്ന് എടുത്തു നോക്കിക്കേ. ഞാൻ സർക്കിൾ ഇങ്ങനെ വരച്ചു. നോക്കൂ, ഇതിന്റെ സെൻട്രൽ നിന്ന് നമ്മുടെ താഴോട്ട് വരയ്ക്കുമ്പോൾ ഇതെന്താണ്? റേഡിയസ് അല്ലെ, 30 സെന്റിമീറ്റേഴ്സ് അല്ലെ. സെൻട്രൽ നിന്ന് ഞാൻ റൈറ്റിലോട്ട് ലൈൻ വരച്ചു. റിയാക്ഷൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. റിയാക്ഷൻ ലൈൻ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ആൻഡ് ദിസ് വിൽ ബി ദ ബ്ലോക്ക്. അല്ലെ, ഇതും 30 സെന്റിമീറ്റേഴ്സ് ആണ്. നമുക്ക് ഈ തീറ്റയാണ് വേണ്ടത്. ഓക്കെ, ഞാൻ ഇതിന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത്രയും ലെങ്ത് എത്രയായി മാറും?
ടോട്ടൽ 30 ആണ്. സെൻട്രൽ നിന്ന് നമ്മുടെ വീലിന്റെ അറ്റം വരെ 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബ്ലോക്കിന്റെ ഹൈറ്റ് എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്കിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതെ, 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബാക്കി എത്രയായിരിക്കും ഇവിടെ? 30 സെന്റിമീറ്റർ മൈനസ് 15 എത്രയാ? 30 സെന്റിമീറ്റർ മൈനസ് 15 സെന്റിമീറ്റർ അല്ലെ? ഇത്രയും ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നോക്കൂ, തീറ്റയുടെ വിത്ത് റെസ്പെക്ട് ടു ഇതെന്താണ്? അഡ്ജസന്റ് സൈഡ്. ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ എന്തോ എടുക്കാം? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 15/30 ഇംപ്ലൈസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? കോസ് ഇൻവേഴ്സ് ഓഫ് 15/30 ദാറ്റ് ഈസ് 1/2 അല്ലെ? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എത്രയാ? 60 ഡിഗ്രി. കോസ് 60 അല്ലേ 1/2? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് തീറ്റ എത്രയെന്ന് കിട്ടി? തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. അവിടെ ഇതുപോലെ ഇവിടെയും തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഞാൻ പ്രോപ്പർ ആയിട്ട് ഇതൊന്നുകൂടെ വരയ്ക്കുകയാണ്. നമ്മുടെ എന്തോന്ന് ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നുകൂടെ വൃത്തിയായിട്ട് വരയ്ക്കുകയാണ്. നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, പി, ഇതാണ് നമ്മുടെ RA. ഇവിടുത്തെ ആംഗിൾ ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിന് വേണ്ടിയാണ് ആൽഫ. നമ്മൾ കണ്ടുപിടിക്കണമല്ലോ, എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാറുണ്ടല്ലോ. 60 ഡിഗ്രി വെയിറ്റ് 1000 ന്യൂട്ടൺ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പി കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അൺനോൺ ഫോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒന്നെങ്കിൽ വി നീഡ് ടു അപ്ലൈ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെ? വി നീഡ് ടു അപ്ലൈ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ? സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. ഇക്വിലിബ്രിയം കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എഫ് എക്സും എഫ് വൈയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺനോൺസ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് പകരം എന്തായാലും നമുക്ക് ആറേയോ പറഞ്ഞുകൂടാ, പിയോ പറഞ്ഞുകൂടാ. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ സാധാരണ എപ്പോഴും അൺനോൺസിന് അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എപ്പോഴും എന്ന് പറഞ്ഞാൽ മൊമെന്റ് അങ്ങ് എടുക്കും. ഓക്കെ, സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 ആണ് എടുക്കുന്നത്. സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 ആണ് എടുക്കുന്നത്. Now, നോക്കൂ, ഇവിടെ നമ്മൾ നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി, അതായത് നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന രീതിക്ക് ഒരു ചെറിയ ക്ലാരിറ്റി വരാൻ വേണ്ടി ഞാൻ ഈ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് മാറ്റി വരയ്ക്കണേ. അത് ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റി വരയ്ക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RA എന്ന് പറഞ്ഞ നമ്മുടെ റിയാക്ഷൻ കമ്പോണന്റ് ഇല്ലേ, അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് വരയ്ക്കും. അത് എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് അങ്ങനെ ചെയ്താലേ മനസ്സിലാവൂ. വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ AC വരണം. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ത് വരണം? AC വരണം. ഈ AC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ പഴയ ഫിഗർ നോക്കിക്കേ, ഈ AC എന്തായിരുന്നു? ഇത്, അതായത് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ളത് ഇത് വരണം. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? AC നമ്മുടെ ഫോഴ്സസിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വരണം മൊമെന്റ് എടുക്കുമ്പോൾ. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ആ ഫ്രീ ബോർഡ് ഡയഗ്രാം, ന്യൂ ഫ്രീ ബോർഡ് ഡയഗ്രാം ഒന്ന് കണ്ടേ. അത് നിങ്ങൾ വരയ്ക്കണമെന്നില്ല, ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചാലും മതി. അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ AC-ക്ക് എലോങ് ആണ് നമ്മുടെ റിയാക്ഷൻ A വരുന്നത്, RA എന്ന് പറയുന്ന റിയാക്ഷൻ വരുന്നത്. അപ്പോ ആ ഫോഴ്സും അതിന്റെ മൊമെന്റും 0 ആയി പോകും. നമ്മൾ അത് കൺസിഡറേ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ P എടുക്കുകയാണ്. P ഇവിടെയല്ല വരുന്നത്, ഇത് കുറെ കൂടെ വെർട്ടിക്കൽ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് ആൽഫ ആൻഡ് the weight will be acting in this direction. Weight കുറച്ചും കൂടി tilt ആവും. Okay, weight with respect to
ഇവിടെയാണ് എത്ര 60 ഡിഗ്രി. അല്ലെ? അപ്പൊ പിയും വെയിറ്റും മാത്രം കാണാം. സോ സിഗ്മ എം എ ആണ് എടുക്കുന്നത്. സിഗ്മ എം എ. എം എ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പോയിന്റ് ആണ് എ. ഓക്കെ, സിഗ്മ എം എ അതായത് ഇവിടത്തെ ഒരു പോയിന്റ്, ഇതാണ് എ, ഇതാണ് സി. ഓക്കെ, ഈ മൊമെന്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, സിഗ്മ എം എ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചേ, പി ഇൻറ്റു സൈൻ ആൽഫ, പി ഇൻറ്റു സൈൻ ആൽഫ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പി ഇൻറ്റു സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ അതിന്റെ വേർട്ടിക്കൽ കമ്പോണന്റ് ആയി മാറും അല്ലെ? ഇത് ഇതിന്റെ വേർട്ടിക്കൽ കമ്പോണന്റ് ആയി മാറും. പി ഇൻറ്റു സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ ഇൻറ്റു എ സി, ഇൻറ്റു എ സി. ഞാൻ സൈൻസ് ഇടുന്നില്ല. അതുപോലെ ഡബ്ല്യുവിന്റെ വേർട്ടിക്കൽ കമ്പോണന്റ് എന്താണ്? ഡബ്ല്യു സൈൻ 60 ഇൻറ്റു എ സി ഇസ് ഈക്വൽ ടു 0. സൈൻ ഇട്ട് നോക്കിക്കേ, ഏതാണ്? പി ഇൻറ്റു സൈൻ ആൽഫ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ അത് എന്ത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്താണ്? ഇത് പോസിറ്റീവ് ആണ്. ഡബ്ല്യു സൈൻ 60 അതായത് വെർട്ടിക്കൽ കമ്പോണന്റ് ഇൻറ്റു എ സി എന്ന് പറയുമ്പോൾ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പം നെഗറ്റീവ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഡബ്ല്യു അറിയാം, എ സി നമുക്കത് കട്ടായി പോവും, 0 ആയി പോവും. ഒന്നുമില്ല, ജസ്റ്റ് ടേക്ക് ദിസ് ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, പി സൈൻ ആൽഫ ഇൻറ്റു എ സി is equal to W sin 60 into AC. Okay, AC components cut ആയി പോവും. Therefore, P sin alpha is equal to W sin 60. Okay, that is P sin alpha is equal to W എന്ന് പറയുന്നത് എന്താണ്? 1000 into sin 60 എന്താ വരുന്നത്? √3/2. അപ്പൊ P sin alpha എന്ന് പറഞ്ഞത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ from the by solving it you will be getting as 866 Newton. Okay, നമുക്ക് വേണ്ടത് P ആണ്. അപ്പൊ P എവിടെ നിർത്തിയിട്ട് 866 by sin alpha എന്നെടുക്കുന്നു. Now നോക്കൂ, for P to be minimum നമുക്ക് ലീസ്റ്റ് ഫോഴ്സ് ആണ് വേണ്ടത്. എന്ത് ഫോഴ്സ് ആണ്? ലീസ്റ്റ് ഫോഴ്സ് ആണ് വേണ്ടത്. So for P to be minimum, പി മിനിമം ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ 866 ബൈ സൈൻ ആൽഫ എന്ന് മാത്രം അറിയാവൂ, ആൽഫ നമുക്ക് അറിയത്തില്ല. ഫോർ പി ടു ബി മിനിമം എന്താ ചെയ്യേണ്ടത്? സൈൻ ആൽഫ എന്നുള്ളത് എന്താവണം? ഈ ഡിനോമിനേറ്റർ എന്ത് സംഭവിക്കണം? മാക്സിമം ആവണം അല്ലെ? പി ടു ബി മിനിമം നമ്മുടെ ഡിനോമിനേറ്റർ മാക്സിമം ആവണം. അതായത് സൈൻ ആൽഫ മാക്സിമം ആവണം. സൈൻ ആൽഫ എവിടെയാണ് മാക്സിമം? സൈൻ ആൽഫ എവിടെയാണ് മാക്സിമം? സൈൻ ആൽഫ എവിടെയാണ് മാക്സിമം? ഗ്രാഫ് അറിയാമല്ലോ. ഇത് എവിടെയാണ് പോയിന്റ് മാക്സിമം ആവുന്നത്? 1 എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ മാക്സിമം ആവുന്നത്? 1 എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ മാക്സിമം ആവുന്നത്? 1 എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ മാക്സിമം ആവുന്നത്? സൈൻ ആൽഫ മാക്സിമം ആവുന്നത് സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 1. ഇവിടെ ആൽഫ എന്താണ്? 90 ഡിഗ്രി. ഓക്കെ, അപ്പോ പി എന്ന് പറഞ്ഞ വാല്യൂ മിനിമം ആവണമെങ്കിൽ, സോ for P to be minimum, sin alpha is maximum, right? For sin alpha maximum എന്ന് പറയുമ്പോൾ sin alpha യുടെ magnitude maximum എന്ന് പറഞ്ഞാൽ 1 ആണ്. Therefore alpha must be sin inverse of 1. That is equal to എത്രയാണ്? pi/2 അല്ലെ? 90 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മുടെ ബ്ലോക്ക് കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബ്ലോക്ക് അല്ല, നമ്മുടെ വീല് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, when it is നമ്മുടെ ആൽഫ ആംഗിൾ വലിക്കുമ്പോൾ, ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ റിയാക്ഷൻ ലൈൻ it should be acting at an angle 90 degree for minimum force. Okay,
പി മിനിമം ആയിരിക്കുമ്പോൾ ആൽഫ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം, അതിങ്ങനെ വലിച്ച് കയറി വരാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം therefore P is equal to 866 Newton at alpha is equal to 90 degree. And next one is the resolving forces along AC. അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ we are going to find ഫസ്റ്റ് കമ്പോണന്റ് കഴിഞ്ഞു, ആദ്യത്തെ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, we are going to find the reaction A. RA എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. RA എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മൾ ഇനി ഈ കമ്പോണന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ കമ്പോണന്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, RA കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നമ്മൾ രണ്ടാമത് വരച്ച നമ്മുടെ ഡയഗ്രാം ഒന്നുകൂടെ നമ്മൾ എടുക്കുകയാണ്. അതായത് RA ഇങ്ങനെ വരും ഡ്യൂറിങ് അലോങ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ, ഞാൻ ആ ഡയഗ്രാം ഒന്നുകൂടെ വരയ്ക്കുകയാണ്. പി ഇതുവഴി വരുന്നു, ആൽഫ പി is equal to 866 ന്യൂട്ടൺ ആൻഡ് ആൽഫ is equal to 90 ഡിഗ്രി. ആൽഫ 90 ഡിഗ്രി ആണ്. ഓക്കെ, ആൻഡ് theta is equal to 60 degree. W is equal to 1000 Newton. Okay, കണ്ടുപിടിക്കേണ്ടത് RA ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്ലൈയിങ് സിഗ്മ FH is equal to 0. എന്ത് വരും? മൈനസ് RA, പറഞ്ഞേ, മൈനസ് RA പ്ലസ് 866 ഇൻറ്റു കോസ് 90 പ്ലസ് 1000 ഇൻറ്റു കോസ് 60. എല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ RA is equal to 500 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് P കിട്ടി. P is equal to 866 ന്യൂട്ടൺ at alpha is equal to 90 degree, and we have also got RA is equal to എന്താണ്? RA is equal to 500 ന്യൂട്ടൺ. അങ്ങനെ രണ്ട് രീതിയിലുള്ള രണ്ട് വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ട് വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ഈ പ്രോബ്ലം വേറൊരു വേരിയന്റ് ആയിട്ടും ചോദിക്കാറുണ്ട്, ഞാൻ അതുകൂടെ കാണിച്ചു തരാം. ഈ പ്രോബ്ലം നമുക്ക് വേറെ രീതിയിലും ചോദിക്കാറുണ്ട്. ഇതേപോലെയുള്ള കൺസ്ട്രക്ഷൻ ആണ് സംഭവം. ഇതേപോലെ ഒരു ബ്ലോക്ക്, ഓക്കെ, നമ്മുടെ ഇതേപോലെ എല്ലാം പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ പറയുന്നത് ഇറ്റ് വിൽ ബി ദ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഫ്രം ഹിയർ. പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ നിന്നായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയും പ്രോബ്ലം ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദ ബ്ലോക്ക് ഫ്രം ദിസ് കോണ്ടാക്ട് പോയിന്റ് along the point A. അതായത് ബ്ലോക്കിന്റെ ഈ പോയിന്റ് വിത്ത് റെസ്പെക്ട് നമ്മൾ ഈ വീലിനെ ലിഫ്റ്റ് ചെയ്യണം, സെയിം പോയിന്റ്. പക്ഷെ ഫോഴ്സിന്റെ ആപ്ലിക്കേഷന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്റർ അല്ല, പക്ഷെ ഇറ്റ് ഇസ് ദ പെരിഫറി ഓഫ് ദ വീൽ. അങ്ങനെയും പ്രോബ്ലം ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം, ഈ മോഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനുമായിട്ട് വരാം. അതുപോലെ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് നമ്മുടെ ലൈവ് ക്ലാസ്സസിന്റെ കാര്യം താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് താഴെ ഒരു ഗൂഗിൾ ഫോമും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, if you are showing any kind of interest, you can show through that Google form. You can just fill that Google form and submit. Okay, that's it for today.